അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഡിസംബർ 26 ആയതുകൊണ്ട് ഞങ്ങളൊരു യാത്ര പോകാമെന്ന് തുടക്കം ഒരു പാട്ടിലാവട്ടെ. അപ്പോൾ പാട്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം രാവിലെ 7 തന്നെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പരിപാടി അപ്പോൾ ഇത്രയും പേരായിരിക്കും നമ്മളോട് യാത്ര വരുന്നത്. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ മറന്നുപോയെന്ന് ഓർത്ത് ഞാനിപ്പോൾ പറയാം. ക്രിസ്മസ് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോഴാണ് ഓർത്തത് കഴിഞ്ഞ ദിവസമാണല്ലോ യേശു ക്രിസ്തു ജനിച്ചതെന്ന്. അതുമായിട്ടൊരു ബന്ധമില്ല, സോറി. എൻ്റെ വകയിൽ ഒരു ജോക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം രാവിലെ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എല്ലാവർക്കും ഒരു വട്ടി കയറി. ട്രാവലർ വിളിച്ച് എങ്ങോട്ട് പോകാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഈ ട്രാവലറിന് എങ്ങോട്ടേലും പോകാം. കണ്ടോ, എല്ലാവരും മമ്മിയായിട്ടാണ് പോകുന്നതെന്ന് മമ്മി തന്നെ പറഞ്ഞു. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. അങ്ങനെ ട്രാവലർ കയറിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ ഓർത്തത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചു. ട്രാവലർ കയറിയപ്പോഴേക്ക് എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി. പക്ഷേ പബ്ലിക് ഡാൻസ് കളിക്കാൻ മടിയുള്ള ഞാൻ ആ ഡാൻസും കണ്ട് അവിടെ അന്തം വിട്ട് നിന്നു. ചെയ്യാനാ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഏതോ ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ ഒരു വീഡിയോ പിടിക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഏതാ സ്ഥലം എന്ന് ചോദിച്ചില്ല, അറിഞ്ഞൂടാ. ഒരേ ഒരു പ്രോബ്ലം ഉള്ളത്, അവിടെ പാട്ടെല്ലാം ഞാൻ കട്ട് ചെയ്യണില്ല, കോപ്പിറൈറ്റ് വരും. ആ മീം സൗണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കല്ലാർ ഏലത്തോട്ടത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്താറായി. കുരങ്ങന്മാരെയൊക്കെ അവിടെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഞങ്ങളല്ലാതെ വേറെ കുരങ്ങന്മാർ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ പോകുന്ന ഒരു ചീയപ്പാറ വെള്ളച്ചാട്ടവും ഞങ്ങൾ കണ്ടു. ആൻഡ് ഗസ് വാട്ട്, നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. വാമോസ് ഒരു W കമന്റിലിട്ടേര്. അങ്ങനെ എല്ലാവരും ട്രാവലറിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. അപ്പോൾ സ്പീഡപ്പ് ആക്കിയേക്കാം. അത്രയും വേണ്ട, ഒരുപാട് കുറഞ്ഞു പോയി. ഞാനാണ് ഇറങ്ങുന്നത്. ഒരു BGM ഒക്കെ ഇട്ടേക്കാം, സ്വയം പാടേണ്ടി വരും. ബാക്കി ഞാൻ മറന്നും പോയി. എൻ്റെ ദൈവം തമ്പുരാനെ, ഈ BGM സ്വയം ഉണ്ടാക്കുന്നത് ഇതിനെ കഷ്ടപ്പാടെന്നറിയാവോ. സോ ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. എവിടെയാണ് ടോം നമ്മൾ? അപ്പോ നമ്മളിപ്പോ ഉള്ളത്, ഞാൻ പറഞ്ഞത് ശരിയാവില്ല, ഞാൻ അപ്പായിക്ക് കൊടുക്കും. അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴി കല്ലാറിൽ നിന്ന് തിരിയുമ്പോൾ ഉള്ളിൽ വനമേഖലകളും ഏലത്തോട്ടങ്ങളുമാണ് ഗൈസ്. അതെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്യാമറ എൻ്റെ മുഖത്തൊന്നും മാറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഡയലോഗ് പറയാൻ ഓർത്തു. ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഇവിടെ ഏലത്തോട്ടത്തിൻ്റെ നടുക്കാണ്. ഏലത്തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഓർമ്മ വരുന്നില്ല. എങ്കിലും നല്ല തണുപ്പുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ പറയാം. തണുപ്പ് വരും. ഈ ഏലത്തോട്ടത്തിൽ ഏലക്ക കാണുമ്പോൾ പറിച്ച് വിൽക്കാൻ എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ കണ്ണുകളിൽ ഏലക്കൊന്നും പറ്റില്ല. സോ ദേ ആർ സേഫ്. ബൈ. എന്താണ് നീ പറയുന്നത് എന്ന് കാണുന്ന എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കും ആഗ്രഹമുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ ദുരന്തം പറയാൻ സിനിമയ്ക്കകത്ത് അക്ഷയ് കണ്ണയുടെ ഇൻട്രോയ്ക്ക് ഒരു പാട്ടില്ലേ, അതിട്ടുള്ള സ്റ്റെപ്പ് കാണിക്കാൻ നോക്കാം. പക്ഷെ ഞാൻ എന്തേ കാണിക്കുന്നത്? എനിക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. തേയിലത്തോട്ടത്തിൽ തേയിലിക്ക പേർന്നു, തേയിലം തേയിലം തേയിലാലി തേയിലല്ലോ. ആനയുടെ കാൽപ്പാട്. അങ്ങനെ നമ്മൾ നടന്നിങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ അടിപൊളിയായിട്ട് കാണാനുണ്ടെന്ന് കേട്ടതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായി നടക്കുന്നു. ഒന്നും പറയാൻ കിട്ടാത്തതുകൊണ്ടാ, സോറി. അങ്ങനെ ഞങ്ങൾ അങ്ങ് കയറ്റം കയറി ചെന്ന് അവിടെ ചെന്നൊരു ഫോട്ടോ എടുത്തു. അവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് ലെറ്റ്സ് ഗോ. ഇതൊരു യാതിക്കത്തോട്ടം.
എല്ലാരും നേർവഴിക്ക് പോയപ്പോൾ ഞാൻ വളഞ്ഞവർ സ്വീകരിച്ച് ചാടാൻ പോയതാ. നേരെ കുഴിഞ്ഞു പോയി, ഫുള്ള് ചെളിയായി. Oh my god. 2000 years later. നമ്മളങ്ങനെ ഒരു 3-4 മണിക്കൂറിന് ശേഷം രാമക്കൽ മേടിലെ വെയിറ്റ് കുറുവനെ കുർത്തിയാൻ കാണാൻ വേണ്ടി പോയി. അത് വൈബായിരുന്നു. അവിടെ വിൻഡുമില്ലാണുള്ളത്, അതിൻ്റെ നടുക്ക് ഞാൻ നിൽക്കാനാണ് നോക്കിയത്. ബൈ ദ വേ വിജയ് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ രാമക്കൽ മേട്ടിലെ കുറുവനെയും കുർത്തിയും കാണാൻ വേണ്ടി ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കയറി പോകാൻ തുടങ്ങിയപ്പോഴേക്ക് അപ്പ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഒരു BGM ഇട്ട് കൊടുത്തേക്കാം. വീണ്ടും മാറിപ്പോയി. Oh my god. ഇത് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കാണ്, പക്ഷേ അടിപൊളിയാണ്. അങ്ങനെ ടോമൻ കുട്ടികളുടെ പരിപാടി ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കയറിയതാണ്. എന്നിട്ട് പോലും അവന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങ് ടോപ്പ് ചെന്നപ്പോഴാണ് അവിടെ ഒരു അടിപൊളി സംഭവം കണ്ടു. അവിടെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു, നല്ല കാറ്റുള്ളതുകൊണ്ട് എല്ലാ പിള്ളേരുടെ ഇടയ്ക്കോട്ട് ഞാനും ഇടയ്ക്കേറി ഇടയ്ക്കേറിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ മഴമുടിക്ക് വേഴാമ്പലിൻ്റെ അകത്ത് കയറാൻ അതിൻ്റെ പേര് മറന്ന് തെറ്റിപ്പോയോ ഗോഡ്. Oh my god. അങ്ങനെ നമ്മൾ മലമുഴക്കി വേഴാമ്പലിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇതിങ്ങനെ കുറേ സ്റ്റെപ്പ് കയറി നമ്മളങ്ങനെ കയറ്റത്തിലോട്ട് കയറി പോവാണ്. അത് അടിപൊളിയാണ്. പക്ഷെ ആ ഒരു വൈബ് ഏത് വൈബ്, പൊളി വൈബ്. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഞങ്ങളെല്ലാവരും താഴെ നിന്നൊരു ഫോട്ടോ എടുത്തു. കുറുവനും കുർത്തിയുടെയും ശില്പത്തിന് മുമ്പിലാണ്. ഇതാണ് ഗൈസ് അടിപൊളിയായ കുറുവനും കുർത്തിയുടെയും ശില്പം. അങ്ങനെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഗൈസ് ഇതാണ് രാമക്കൽമേടിലെ ആ പാർക്കിന്റെ ഒരു ഫുൾ വ്യൂ. സത്യം പറഞ്ഞ ഒരു അടിപൊളി പാർക്കാണ്. ടോമിനെ പിള്ളേരെ കുഞ്ഞു പിള്ളേർക്ക് അടിപൊളിയായിരിക്കും. എന്നിട്ട് തിരിച്ചു പോകുന്ന വഴി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പാട്ടൊക്കെ വെച്ച് വൈബാക്കി അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് ഞങ്ങൾ പോയ ട്രാവലർ. എല്ലാവരും ഒന്ന് കണ്ടുവെച്ചോ. ചേട്ടനെയും കിട്ടി. സോ ഗൈസ് ഞങ്ങളുടെ ഒരു അതിമനോഹരമായ യാത്ര ഇവിടെ സമാപിക്കുന്നു. അദിയോസ് അസ്തല. Oh my god. എല്ലാവരും വിപിലേക്ക് ഉണ്ട്.